ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് എടുത്തു നിർത്തിയിരുന്നത് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അതായത് നമ്മുടെ മൊഡ്യൂൾ 1-ലെ ഒരു ചാപ്റ്റർ ആയിരുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു കെമിസ്ട്രിയുടെ ക്ലാസ് ആണ് എടുക്കുന്നത്. സോ അഗെയിൻ ബാക്ക് ടു മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതും നമ്മൾ ഏകദേശം ഒരു 3-4 ചാപ്റ്റർ എടുത്തു. ആൻഡ് ലാസ്റ്റ് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ്, പിന്നെ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ NCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ +1 കെമിസ്ട്രിയിലെ പാർട്ട് 2-ലെ എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, അതുപോലെ +2-ലും ഉണ്ട് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അതാണ് നമ്മുടെ NCERT ചാപ്റ്റേഴ്സ് വരുന്നത്. സോ അത്രയായിരിക്കും നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ അപ്പം NCERT എക്സ്പ്ലനേഷൻ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഡു ഫോളോ. നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ഒരു മൊഡ്യൂൾ 1 ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മൊഡ്യൂൾ 6-ഉം 1-ഉമാണ് പാരലലി എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് ഫിസിക്കൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ഒക്കെ NCERT ബേസ്ഡ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ NCERTയുടെ ഒരു കോപ്പി മലയാളത്തിൽ കാണും. അതുപോലെ തന്നെ NCERTയുടെ സൊല്യൂഷൻസ്, അതായത് NCERTയുടെ പുറകിൽ കുറേ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് എക്സാമിന് വരുന്ന ആ ഒരു ഫോമാറ്റിലുള്ള മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ന്യൂമറിക്കൽസ് എൻട്രൻസ് ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള, അതായത് ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് എൻട്രൻസ് ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടുന്നത്. ഇതിൻ്റെ എമൗണ്ട് 499, 499 രൂപയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കോളില്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ദെൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ട്രയൽ ആയിട്ട് ഒരു 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലോട്ട് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എസ്, പി, ഡി ആൻഡ് എഫ് ഇത്ര നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് എസ് ബ്ലോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 10 ആണ്. ദാറ്റ് ഈസ് NCERT +1 കെമിസ്ട്രിയിലെ പാർട്ട് 2-ൻ്റെ ചാപ്റ്റർ 10. ഓക്കെ, സോ എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ, അവസാന ഇലക്ട്രോണുകൾ ബാഹ്യതമ S ഓർബിറ്റലിൽ നിറയുന്ന മൂലകങ്ങളാണ് ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അല്ലെ, ഇത് നമ്മൾ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി, എഫ് ഒക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ ആവർത്തന പട്ടിക എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. അല്ലെ, അപ്പൊ ഈ പീരിയോഡിക് ടേബിളിൽ എന്താണ് എസ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആകുന്നതെങ്കിൽ, അല്ലെ അവസാന ഇലക്ട്രോൺ എസ് ഓർബിറ്റലിലാണ് ഫിൽ ആകുന്നതെങ്കിൽ ആ എലമെന്റ്സുകളെ എല്ലാം ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എസ് ഓർബിറ്റലിന് 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നതിനാൽ ആവർത്തന പട്ടികയിൽ 2 ഗ്രൂപ്പുകൾ, അതായത് 1 and 2 ആണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. അല്ലെ, അപ്പൊ 1 and 2 ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. സോ ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പിൽ, അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. അല്ലെ, അപ്പൊ എന്നീ മൂലകങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ ഈ മൂലകങ്ങളാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പൊ ഇവരൊക്കെ എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ ഇവ പൊതുവെ ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അല്ലെ, അപ്പൊ ഗ്രൂപ്പ് 1-ലെ എലമെന്റ്സ് അറിയപ്പെടുന്നതാണ് ആൽക്കലി മെറ്റൽസ്. ഇനി ജലവുമായി പ്രവർത്തിച്ച് കൂടുതൽ ക്ഷാരഗുണമുള്ള ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാക്കുന്നതിലാണ് അവ അങ്ങനെ അറിയപ്പെടുന്നത്. അല്ലെ, അപ്പൊ ഇവരെന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ഷാരം എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലൈൻ നേച്ചർ. അല്ലെ, ആൽക്കലൈൻ നേച്ചറിലുള്ള എന്താണ് ഹൈഡ്രോക്സൈഡുകളാണ് ഇവർ ഫോം ചെയ്യുന്നത്. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കലൈൻ നേച്ചർ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നതിനാലാണ് ഇവ എങ്ങനെ ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത്.
അതുപോലെ തന്നെ ഗ്രൂപ്പ് 2 പറയുവാണെങ്കിൽ എന്താണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇവരൊക്കെയാണ് എന്ത് ഗ്രൂപ്പ് 2ൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇവരെന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇവയിൽ ബെറിലിയം ഒഴികെയുള്ള ഉള്ള എലമെന്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പം ലാസ്റ്റ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് എസ് ഓർബിറ്റലിലോട്ട് എൻ്റർ ചെയ്യുന്ന എലമെന്റുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് 1 and 2 ആണ്. അതിൽ 1ലെയും 2ലെ എലമെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഗ്രൂപ്പ് 1 ഉള്ള ആൾക്കാരെ ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ഉള്ള ആൾക്കാരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നു, എക്സെപ്റ്റ് ബെറിലിയം. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് കോൺസെപ്റ്റ് ബേസ്ഡ് ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ കുറെയൊക്കെ നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ടാണുള്ളത്. അതായത് ഈ എലമെന്റ്സിന്റെ പേര്, അതുപോലെ ഗ്രൂപ്പ് 1ൽ ആരൊക്കെയാണുള്ളത്, ഗ്രൂപ്പ് 2ൽ ആരൊക്കെയാണ് ഉള്ളത്, ഇവരുടെ പ്രോപ്പർട്ടീസ്, പിന്നെ ഇവരുടെ പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യാനായിട്ടായിരിക്കും ഈ ചാപ്റ്ററിൽ കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇനി ഇവയുടെ ഓക്സൈഡുകൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നതിനാലും ഓക്സൈഡുകൾക്ക് ഹൈഡ്രോക്സൈഡുകൾക്കും ക്ഷാരഗുണമുള്ളതിനാലാണ് ഇവ ആൽക്കലൈൻ എർത്ത് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവരെന്താണ് എർത്തിന്റെ ക്രസ്റ്റിൽ കാണും. അതായത് ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. എർത്തിന്റെ ക്രസ്റ്റിൽ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ഒക്കെ എന്താണ് ആൽക്കലൈൻ നേച്ചർ ആണ്, ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും കൂടെ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിലാണുള്ളത്. ഓക്കെ, അപ്പം ആൽക്കലി ലോഹങ്ങളിൽ സോഡിയവും പൊട്ടാസ്യവും പ്രകൃതിയിൽ ധാരാളം കാണപ്പെടുന്നു. എന്നാൽ റുബീഡിയം, ലിഥിയം, സീഷ്യം എന്നിവ കുറഞ്ഞ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഫ്രാൻസിയം അത്യന്തം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകമാണ്. അതുകൊണ്ട് 21 മിനിറ്റ് അർത്ഥായുസ്സുള്ള ഫ്രാൻസിയം എന്ന ഫ്രാൻസിയം 223 എന്ന ഐസോട്ടോപ്പിനാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത്. ഓക്കെ, അപ്പം ഭൂവൽക്കത്തിലെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ കാൽസ്യം, മഗ്നീഷ്യം എന്നിവയ്ക്ക് യഥാക്രമം 5ഉം 6ഉം സ്ഥാനമാണുള്ളത്. സ്ട്രോൺഷ്യം, ബേരിയം എന്നിവയുടെ ലഭ്യത തീരെ കുറവാണ്. സോ ബെറിലിയം അപൂർവമായും റേഡിയം അത്യപൂർവമായും മാത്രം കാണപ്പെടുന്നുള്ളൂ. ആഗ്നേയശിലകളിൽ വെറും 10⁻10% മാത്രമേ റേഡിയത്തിന്റെ സാന്നിധ്യമുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ആഗ്നേയശില എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. അത് നമ്മൾ ഈ PSC പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. ജോഗ്രഫിയിലൊക്കെ നമ്മൾ കുറെ പറയുന്നതാണ് ഇഗ്നിയസ് റോക്സ് എന്നൊക്കെ, റോക്സിന്റെ ഇതിൽ. അപ്പം ആഗ്നേയശില ഇഗ്നിയസ് റോക്സിലാണ്. അതിൽ 10⁻10 ആണ്. ഇത് 10⁻10% മാത്രമേ എന്താണ് നമ്മുടെ ഈ റേഡിയത്തിന്റെ ഇതുള്ളൂ എന്നാണ്, റേഡിയം കാണപ്പെടുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഇതൊക്കെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ പൊട്ടാസ്യം, സോഡിയം, അവരൊക്കെ കുറെ അബണ്ടന്റ് ആയിട്ട് ഉണ്ട് നേച്ചറിൽ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെറിയ ചെറിയ എമൗണ്ട്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ എല്ലാവരുടെയും അബണ്ടൻസിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അടുത്തത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതു ഇലക്ട്രോൺ വിന്യാസം ക്ഷാരലോഹങ്ങൾക്ക് ഉത്കൃഷ്ടവാതകം NS⁻1 എന്നും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾക്ക്, അതായത് ഉത്കൃഷ്ടവാതകം NS2 എന്നും ആകുന്നു. അല്ലെ? അപ്പൊ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. അതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. എന്താണ് അവരുടെ നോബിൾ ഗ്യാസ്, അല്ലെ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. നോബിൾ ഗ്യാസ് ഉണ്ടാവും, എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ കൂടെ NS1 എന്തായിരിക്കും? എന്താണ് നമ്മുടെ ആൽക്കലി മെറ്റൽസിന്. അതുപോലെ നോബിൾ ഗ്യാസ് NS2 ആയിരിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അല്ലെ? അപ്പൊ അതറിയാം. NS1 ആണ് ഔട്ടർ മോസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ആൽക്കലി മെറ്റൽസും, NS2 ആണെങ്കിൽ അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇനി ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെയും ആദ്യ മൂലകങ്ങളായ ലിഥിയവും ബെറിലിയവും അവ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത്തരം അസംഗത ഗുണങ്ങളിൽ ഇവ തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാം മൂലകവുമായി സാമ്യത പുലർത്തുന്നു. ലിഥിയം മഗ്നീഷ്യവുമായും ബെറിലിയം അലൂമിനിയവുമായും സ്വഭാവ സാമ്യതകൾ ഉണ്ട്. സോ ഇത്തരം വികർണ സാമ്യതയെ ആവർത്തന പട്ടികയിലെ വികർണ ബന്ധം അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടേം ആണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അപ്പൊ എന്താണ്? ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ എലമെന്റ്സ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവും രണ്ടാമത്തെ ഗ്രൂപ്പിലെ ബെറിലിയവും
അപ്പൊ ഈ ലിഥിയവും ബെറിലിയവും ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള എലമെന്റ്സിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെന്താണ് അവരുടെ തൊട്ടടുത്ത രണ്ടാമത്തെ മൂലകവുമായിട്ട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ലിഥിയം എന്തുമായിട്ടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്? മഗ്നീഷ്യം ആയിട്ട്. അതുപോലെ ബെറിലിയം എന്തുമായിട്ടാണ് കാണിക്കുന്നത്? അതിന്റെ തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ എലമെന്റ് ആയ അലൂമിനിയം ആയിട്ട്, അല്ലെ? അപ്പൊ ലിഥിയം മഗ്നീഷ്യവുമായിട്ടും ബെറിലിയം അലൂമിനിയവുമായിട്ടും എന്താണ് പ്രോപ്പർട്ടീസിൽ ചില സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഈ ഡയഗണൽ സിമിലാരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വികർണ ബന്ധം. ഓക്കെ, ആ വാക്ക് ഓർത്തു വെക്കുക, വികർണ ബന്ധം. സോ അയോണിക വലിപ്പത്തിന്റെയോ ചാർജ് ആര അനുപാതത്തിന്റെയോ അല്ലെങ്കിൽ ഇവയിൽ ഏതിന്റെയെങ്കിലുമോ സാമ്യതയാണ് വികർണ ബന്ധത്തിന് കാരണം. സോ ഏക സംയോജക സോഡിയം പൊട്ടാസ്യം അയോണുകളും ദ്വിസംയോജക കാൽസ്യം മഗ്നീഷ്യം അയോണുകളും ജീവദ്രവ്യങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. അയോണികത തുലനം, നാഡി ആവേഗ സംവഹനം തുടങ്ങിയ ജീവധർമ്മങ്ങളിൽ ഈ അയോണുകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അല്ലെ? അത് നമ്മൾ ചെറിയ ക്ലാസ്സിലല്ല, നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ അയോൺ ബാലൻസ്, അതുപോലെ നെർവ് ഇമ്പൾസ് അല്ലെ? നെർവ് ഇമ്പൾസിന്റെ ക്യാരി ചെയ്യുന്നത് ഈ അയോൺസ് ആണെന്ന് എന്താണ് Ca2+, Mg2+ നമ്മൾ ആ ഒരു ഫിഗറിലൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവാം. ബയോളജി സബ് എടുത്തിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവാം. സോ ഈ കാൽസ്യം മഗ്നീഷ്യം അയോണുകൾ എന്താണ് നമുക്ക് ഈ അയോൺ ബാലൻസ്, അതാണ് അയോണിക തുലനമാണ് ഇത്. അയോണിക തുലനം, അയോണിക് ബാലൻസ്, അതുപോലെ തന്നെ നമ്മുടെ നെർവ് ഇമ്പൾസ് ക്യാരി ചെയ്യാനൊക്കെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ ഈ ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് ചാർജ് റേഡിയസ് റേഷ്യോ ഓഫ് എലമെന്റ്സ്, ആ ഒരു ആ സിമിലാരിറ്റിയാണ്. ചാർജ് ടു റേഡിയസ് റേഷ്യോ സിമിലാരിറ്റി കൊണ്ടായിരിക്കണം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് ചാർജ് ആര അനുപാതം, അതാണ് ചാർജ് ടു റേഡിയസ് റേഷ്യോ. അപ്പം അല്ലെങ്കിൽ അയോണിക വലിപ്പം, അയോണിക് സൈസ്, ഇതിന്റെ ഏതെങ്കിലും ഒരു സിമിലാരിറ്റി കാരണമായിരിക്കണം ഇവര് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു ടേം ഏക സംയോജക സോഡിയവും ദ്വിസംയോജക കാൽസ്യവും അല്ലെ? അപ്പൊ ഏക സംയോജക എന്ന് പറയുമ്പോഴത്തേക്കും മോണോവാലന്റ് ആണ്. അതുപോലെ കാൽസ്യം എന്ന് പറയുന്നത് എന്താണ്? ഡൈവാലന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവര് എന്താണ് നമ്മുടെ സോഡിയവും അതുപോലെ കാൽസ്യം അയോണുകൾ ധാരാളമായി നമ്മുടെ ജീവദ്രവ്യങ്ങളിൽ കാണപ്പെടുന്നു. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, അത് എവിടെ കാണുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത നമുക്ക് പോവാം ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ക്ഷാരലോഹങ്ങൾ അവയുടെ രാസ സ്വഭാവങ്ങളിലും ഭൗതിക ഗുണങ്ങളിലും ക്രമമായ പ്രവണതകൾ കാണിക്കുന്നു. ആൽക്കലി ലോഹങ്ങളുടെ അറ്റോമിക സ്വഭാവം, ഭൗതിക സ്വഭാവം, രാസ സ്വഭാവം എന്നിവ ചുവടെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? നമ്മള് അറ്റോമിക് നമ്പർ മാറുന്നതനുസരിച്ച് ഇവരുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ എന്താണ് ചേഞ്ചസ് ഉണ്ടാവുന്നു. അപ്പൊ എന്തൊക്കെ പ്രോപ്പർട്ടി ചേഞ്ചസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് പറയുന്നത്, ആൽക്കലി മെറ്റൽസ്. അപ്പൊ ആദ്യത്തെ ഇതാണ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറയാം. അപ്പൊ എന്താ, എല്ലാ ആൽക്കലി ലോഹങ്ങൾക്കും ഉത്കൃഷ്ട വാതകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസത്തിന് പുറമെ ഒരു ബാഹ്യതമ ഇലക്ട്രോൺ ഉണ്ട്. ബാഹ്യതമ ഷെല്ലിലെ ദൃഢമായി ബന്ധിക്കപ്പെടാത്ത എസ് ഇലക്ട്രോൺ ആണ് അവയെ വിദ്യുത ലോഹങ്ങളാക്കി മാറ്റുന്നത്. അപ്പൊ എന്താ പറയുന്നത്, അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അലോങ് വിത്ത് വൺ ലൂസ്ലി ഹെൽഡ് എസ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും ഔട്ടർ മോസ്റ്റ് വാലൻസ് ഷെല്ലിൽ അവർക്ക്. അപ്പൊ ഈ ഒരു ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള ഈ ഒരു എസ് ഇലക്ട്രോൺ, അതാണ് ഷെല്ലിലെ ദൃഢമായി ബന്ധിക്കപ്പെടാത്ത എസ് ഇലക്ട്രോൺ ആണ് എന്തെന്ന് അവരെ എന്താണ് വിദ്യുത ലോഹങ്ങളാക്കി മാറ്റുന്നത്. അതായത് എന്താണ് അവരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺസ് ലോസ് ആക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എന്താണ് കൂടുതൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആക്കുക അല്ലെ? അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് ആക്കാനായിട്ട് അവരെ എന്താണ് ആക്കുന്നത് ഈ ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള എസ് ഇലക്ട്രോൺ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അവ വളരെ പെട്ടെന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഏക സംയോജക അയോണുകൾ ഉണ്ടാക്കുന്നു. അതിനാൽ അവ സ്വതന്ത്രാവസ്ഥയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നില്ല അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അവരെന്താണ് ഈ ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്താണ് നമുക്ക് അതിനെ ലോസ് ആകാൻ പറ്റുന്നു. അപ്പം ഈ മോണോവാലന്റ് ആയിട്ടുള്ള ഏക സംയോജക M+ അയോണുകൾ ഉണ്ടാക്കുന്നു. M+ ആണ് ഒരു ഇലക്ട്രോൺ ലോസ് ആകുക എന്ന് പറയുമ്പോൾ M+. അപ്പം മോണോവാലന്റ് അല്ലെങ്കിൽ
മോണോവാലന്റ് ആയിട്ടുള്ള ഒരു അയോണുകളായിട്ട് അവർ മാറുന്നു. സോ അതിനാൽ അവ സ്വതന്ത്ര, അതുകൊണ്ടാണ് അവരെ എന്താണ് നമുക്ക് ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് നേച്ചറിൽ കാണാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ. അടുത്ത നോക്കാം, അറ്റോമിക ആരവും അയോണിക ആരവും അല്ലെ, അറ്റോമിക് റേഡിയസും അയണിക് റേഡിയസും എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് നോക്കാം. സോ ആവർത്തന പട്ടികയിലെ ഏതൊരു പിരീഡിലും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ക്ഷാരലോഹ ആറ്റങ്ങൾക്കാണ്. അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം എന്താണ്, കൂടി വരുന്നു അല്ലെ. അപ്പൊ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ആറ്റോമിക വലിപ്പം എന്താണ്, കൂടി വരുന്നു. മാതൃക ആറ്റങ്ങളെക്കാൾ വലിപ്പം കുറഞ്ഞവയാണ് അവയുടെ ഏക സംയോജക അയോണുകൾ അല്ലെ. ഇത് നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞാണ്, അതായത് നമ്മുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്, ഒരു ഇലക്ട്രോൺ ലൂസ് ആകുമ്പോൾ മോണോവാലന്റ് ആയിട്ടുള്ള അയോൺ ആകുമ്പോഴത്തേക്കും എന്താണ് പ്ലസ് ആണ് ആവുന്നത് അല്ലെ. M+ എന്ന് പറയുമ്പോൾ എന്താണ്, അവ ഒരു ഇലക്ട്രോൺ ലൂസ് ആകുകയാണ്. ഒരു ഇലക്ട്രോൺ ലൂസ് ആകുമ്പോൾ അവരുടെ എന്താണ് സൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ക്ഷാരലോഹങ്ങളുടെ അറ്റോമിക ആരവും അയോണിക ആരവും ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും കൂടുന്നു. ഓക്കെ. അപ്പൊ എന്താണ്, ആൽക്കലി മെറ്റൽസിന്റെ അറ്റോമിക് റേഡിയസും അയണിക് റേഡിയസും ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും എന്താണ്, ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ. അറ്റോമിക് റേഡിയസ് ആൻഡ് അയണിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്. ആൻഡ് അതായത് ലിഥിയം മുതൽ സീഷ്യം വരെ അവയുടെ വലിപ്പം എന്താണ്, കൂടുന്നു. അപ്പൊ എന്താണ്, താഴോട്ട് വരുമ്പോഴത്തേക്കും അറ്റോമിക് റേഡിയസ് ആൻഡ് അയണിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അതോ അടുത്തത് അയണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി. അത് നിങ്ങൾക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടാവും, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ നോക്കാം, ക്ഷാരലോഹങ്ങളുടെ അയനീകരണ എൻതാൽപ്പി മൂല്യങ്ങൾ തീരെ കുറവുമാണ്. അത് ഗ്രൂപ്പിൽ ലിഥിയം മുതൽ സീഷ്യം വരെ താഴോട്ട് വരുമ്പോൾ കുറയുകയും ചെയ്യുന്നു. അപ്പം പൊതുവേ ഇവർക്ക് ലോ അയണൈസേഷൻ എൻതാൽപ്പീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്, കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് നോക്കാം. ബാഹ്യതമ ഇലക്ട്രോൺ ന്യൂക്ലിയർ ചാർജിൽ നിന്നും മറയ്ക്കപ്പെടുന്നത് കൊണ്ടും അറ്റോമിക വലിപ്പത്തിലെ വർധനവ് ന്യൂക്ലിയർ ചാർജിലുള്ള വർധനവിനെ അധികരിക്കുന്നതിലുമാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ക്രീൻഡ് ആണ്. ന്യൂക്ലിയർ ചാർജും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ ഒരു സ്ക്രീനിങ് എഫക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു അല്ലെ. അപ്പം വെൽ സ്ക്രീൻഡ് ആണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അതുപോലെ സൈസ് ഇൻക്രീസ് ചെയ്യല്ലേ, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താലും ഈ ന്യൂക്ലിയർ ചാർജിന്റെ ഇൻക്രീസിനെ എന്താണ്, ഓവർകം ചെയ്യുന്ന രീതിയിലാണ് എന്തെന്ന് പറയുന്നത്, സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ന്യൂക്ലിയർ ചാർജുള്ള വർധനവിനെ അധികരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അറ്റോമിക വലുപ്പത്തിലെ വർധനവ് ന്യൂക്ലിയർ ചാർജിലുള്ള വർധനവിനെ എന്താണ്, ഔട്ട്വേ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്രീനിങ് ഉണ്ട് ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയർ ചാർജ്. അതാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്താണ് കുറയാനായിട്ടുള്ള കാരണം. അടുത്താണ് ജലസംയോജന എൻതാൽപ്പി. ജലസംയോജന എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. അതായത് ഒരു മോൾ അയോണിനെ നമ്മൾ ഒരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ജലസംയോജന എൻതാൽപ്പി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ അയോണിക വലിപ്പം കൂടുന്നതിനനുസരിച്ച് ക്ഷാരലോഹ അയോണുകളുടെ ജലസംയോജന എൻതാൽപ്പി മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു അല്ലെ. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് ഇവരുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു വിത്ത് ഇൻക്രീസ് ഇൻ ദ അയണിക് സൈസ്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഓർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അയോണുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴോട്ട് വരുന്തോറും ജലസംയോജന എൻതാൽപ്പി എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന തോതിൽ ജലസംയോജനം സംഭവിക്കുന്നത് ലിഥിയം അയോണിനാണ്. ആയതുകൊണ്ട് ലിഥിയം ലവണങ്ങൾ കൂടുതലും ജലസംയോജിതമാണ്. ഉദാഹരണം ലിഥിയം ക്ലോറൈഡ് .2H2O അല്ലെ. അപ്പൊ ലിഥിയം അയോൺസ്, ലിഥിയം സോൾട്സ്, ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആണ്. ലിഥിയം സോൾട്സ് എന്താണ്, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോൾട്സ് ആണ്. അതിന്റെ ഉദാഹരണമാണ് ലിഥിയം ക്ലോറൈഡ് .2H2O എന്ന് പറയുന്നത്. ഓക്കെ. ഭൗതിക സ്വഭാവങ്ങൾ, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. എല്ലാ ക്ഷാരലോഹങ്ങളും വെള്ളി നിറമുള്ളതും മൃദുവും ഖനം കുറഞ്ഞതുമാണ് അല്ലെ. അപ്പൊ എന്താണ്, എല്ലാവരും സിൽവർ നിറമുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഖനം കുറഞ്ഞവരാണ്. അതായത് ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് നമ്മുടെ ഗ്രൂപ്പ് 1 മെറ്റൽസ് എല്ലാവരും. അപ്പൊ വലിപ്പ് കൂടുതൽ കാരണം അവയ്ക്ക് സാന്ദ്രത കുറവാണ്. സാന്ദ്രത അറിയാലോ, ഡെൻസിറ്റി. അപ്പൊ അവരുടെ സൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇവരുടെ ഡെൻസിറ്റി എന്താണ്, വളരെ കുറവാണ്. അതുപോലെ ഗ്രൂപ്പിൽ താഴോട്ട് ലിഥിയം മുതൽ സീഷ്യം വരെ അത് കൂടുകയും ചെയ്യുന്നു. എന്നാൽ പൊട്ടാസ്യത്തിന് സോഡിയത്തെക്കാൾ സാന്ദ്രത കുറവാണ്. അപ്പൊ അതൊരു ചില
പാറ്റേൺസ് ഒക്കെ നമ്മൾ പറയുമ്പം അതിനൊക്കെ ചില എക്സെപ്ഷൻസ് കാണും. ആ എക്സെപ്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും എന്താണ് ഈ ഡെൻസിറ്റി എന്താണ് കൂടുന്നു. എന്നാൽ പൊട്ടാസ്യത്തിന് സോഡിയത്തെക്കാൾ എന്താണ് ഡെൻസിറ്റി കുറവാണ്. സോ അവയ്ക്ക് ദ്രവണാങ്കവും തിളനിലയും എന്താണ് കുറവാണ്. ഒരു ദ്രവണാങ്കവും തിളനിലയൊക്കെ അറിയാലോ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ആണ്. അതുപോലെ ഒരു ബാഹ്യതമ ഇലക്ട്രോൺ മാത്രമുള്ളതിനാൽ ആൽക്കലി ലോഹങ്ങളിൽ ലോഹീയ ബന്ധനം ദുർബലമാണെന്നാണ് ദ്രവണാങ്കവും തിളനിലയും സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്ഷാരലോഹങ്ങളും അവയുടെ ലവണങ്ങളും ജ്വാലയ്ക്ക് പ്രത്യേക നിറം നൽകുന്നു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ആൽക്കലി മെറ്റൽസും അവരുടെ ലവണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സോൾട്ടുകൾ. അപ്പം ഇവരെന്താണ് ജ്വാല എന്ന് പറയുമ്പോൾ അവരുടെ ഫ്ലെയിം ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഫ്ലെയിമിന് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് കാരണം ജ്വാലയിൽ നിന്നുള്ള താപം ബാഹ്യതമ ഓർബിറ്റലിലെ ഇലക്ട്രോൺ സ്വീകരിക്കുകയും ഉയർന്ന ഊർജ നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ ഫ്ലെയിം എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ഫ്ലെയിമിൽ നിന്നുള്ള ഹീറ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്താണ് ഹയർ എനർജി ലെവലിലോട്ട് പോകുന്നു. അപ്പൊ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു കളർ എന്ത് ചെയ്യുന്നു, അപ്പൊ പറയാം ഉത്തേജിക ഇലക്ട്രോൺ താഴ്ന്ന നിലയിലേക്ക് തിരികെ വരുമ്പോൾ അവരെന്താണ് ഉത്സർജിക്കുന്ന വികിരണം ദൃശ്യപ്രകാശത്തിന്റെ മേഖലയിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം ദൃശ്യമാകുന്നു. അതായത് എക്സൈറ്റഡ് ഇലക്ട്രോൺസ് തിരിച്ച് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അവരെന്താണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസിന്റെ കാര്യങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം ദൃശ്യമാകുന്നു. അപ്പൊ എന്തൊക്കെ ലൈറ്റുകളാണ് അല്ലെങ്കിൽ കളേഴ്സ് ആണ് അവർ എമിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലെയിം എന്നുള്ള ഹീറ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു, ഹയർ എനർജി ലെവലിലോട്ട് പോകുന്നു. തിരിച്ച് അവർ ഗ്രൗണ്ട് ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും അവർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻസ് കളേർഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് നോക്കാം. നിറം കൊടുത്തിട്ടുണ്ട്. ക്രിംസൺ ചുവപ്പ്, ലിഥിയത്തിന് ക്രിംസൺ ചുവപ്പാണ്, സോഡിയത്തിന് മഞ്ഞ, പൊട്ടാസ്യത്തിന് വയലറ്റ്, റുബീഡിയത്തിന് ചുവപ്പ് കലർന്ന വയലറ്റ് ആണ്, സീഷ്യത്തിന് നീല. അതിന്റെയൊക്കെ വേവ് ലെങ്ത് ലാംഡ പെർ ന്യൂട്ടൺ, ലാംഡ ഓർ ന്യൂട്ടൺ മീറ്ററിൽ അവരുടെ വേവ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വഴി തിരിച്ചറിയാനും ഫ്ലെയിം ഫോട്ടോമെട്രി, അറ്റോമിക ആകിരണ സ്പെക്ട്രോസ്കോപ്പി എന്നിവ വഴിയും അവയുടെ അളവ് കണ്ടെത്താനും കഴിയും. ഈ മൂലകങ്ങൾ പ്രകാശപതനത്തിന് വിധേയമാക്കിയാൽ ആകിരണം ചെയ്യുന്ന പ്രകാശോർജം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാൻ പര്യാപ്തമാണ്. ഈ സ്വഭാവം സീഷ്യം, പൊട്ടാസ്യം എന്നിവയെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഇലക്ട്രോഡുകളാക്കി എടുക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഓർത്തു വെക്കാലോ, സീഷ്യം, പൊട്ടാസ്യം എന്നിവ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ എന്താണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ മൂലകങ്ങൾ പ്രകാശപതനത്തിന് വിധേയമാക്കിയാൽ അവരെന്താണ് ആകിരണം ചെയ്യുന്ന പ്രകാശോർജം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാൻ പര്യാപ്തമാണ് അല്ലെ. അവരെന്താണ് ഇവർക്ക് ലൈറ്റ് റേഡിയേഷൻസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഒരു ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദേ ക്യാൻ എന്താണ് മേക്ക് ആൻ ആറ്റം ടു ലൂസ് ആൻ ഇലക്ട്രോൺ. അപ്പൊ ഈ മൂലകങ്ങൾ പ്രകാശപതന വിധേയമാകുമ്പോൾ ഇവരുടെ ആഗിരണം ചെയ്യുന്ന പ്രകാശോർജം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാൻ പര്യാപ്തമാണ്. സോ ഈ സ്വഭാവം കാരണമാണ് നമ്മൾ സീഷ്യം, പൊട്ടാസ്യം എന്നിവയെ എന്താണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ. ഓക്കെ, ദെൻ അടുത്തതാണ് രാസ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് സെൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പെട്ടെന്ന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഫോട്ടോ ഇലക്ട്രിക് സെൽസിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ രാസസ്വഭാവങ്ങളാണ് പറയുന്ന അടുത്തത്. സോ കുറഞ്ഞ അയോണീകരണ എൻതാൽപ്പിയും കൂടിയ വലിപ്പവും കാരണം ആൽക്കലി ലോഹങ്ങൾക്ക് ക്രിയാശീലം കൂടുതലാണ്. പ്രസ്തുത ലോഹങ്ങളുടെ ക്രിയാശീലം ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും കൂടുന്നു. അപ്പൊ ക്രിയാശീലത എന്ന് പറയുന്നത് എന്താണ്, റിയാക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. സോ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും എന്താണ് ക്രിയാശീലത കൂടുന്നു ആൽക്കലി മെറ്റൽസിന്റെ കാര്യത്തിൽ. അപ്പൊ എന്താണ് വായുവുമായുള്ള പ്രവർത്തനം. അപ്പൊ എങ്ങനെയാണ് എയറുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നത്, ആൽക്കലി മെറ്റൽസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കാം. ഈർപ്പരഹിത വായുവിൽ ക്ഷാരലോഹങ്ങൾ മങ്ങുന്നതിന് കാരണം ഓക്സൈഡ് ഉണ്ടാകുന്നതാണ്. ഇത് പിന്നീട് ഈർപ്പവുമായി പ്രവർത്തിച്ച ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകുന്നു. ക്ഷാരലോഹങ്ങൾ ഓക്സിജനിൽ വീര്യത്തോടെ കത്തി ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. ലിഥിയം മോണോക്സൈഡും സോഡിയം പെറോക്സൈഡും
മറ്റുള്ളവ സൂപ്പർ ഓക്സൈഡും ഉണ്ടാക്കുന്നു. സൂപ്പർ ഓക്സൈഡ് O2 മൈനസ് അയോണിന് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം തുടങ്ങിയവയുടെ വലിയ കാറ്റയോണിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ സ്ഥിരതയുള്ളൂ. അല്ലെ, അപ്പൊ എന്താ പറയുന്നത്, എയറുമായിട്ട് ആൽക്കലി മെറ്റൽസ് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്താണ്, ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. അതാണ് ചില മെറ്റൽസ് എന്താണ് ടാർണിഷ് ടൈപ്പ് പോവുക, അവരുടെ നിറം മങ്ങി മങ്ങി പോകുന്നു. ഈ നിറം മങ്ങി പോവുക എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും അവരിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നതാണ്. അതാണ് ചില ലോഹങ്ങൾ മങ്ങുന്നതിനുള്ള കാരണം. സോ ഇത് പിന്നീട് ഈർപ്പവുമായിട്ട് പ്രവർത്തിച്ചാൽ എന്താണ്, അവർ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ആൽക്കലി മെറ്റൽസിന് ഓക്സിജനിൽ എന്താണ്, അവർക്ക് വീര്യതയോടെ കത്തി ഓക്സൈഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം എന്താണ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഉണ്ടാക്കാം. ലിഥിയം എന്താണ്, മോണോക്സൈഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം ഉണ്ടാക്കുന്നത് പെറോക്സൈഡുകളാണ്. പിന്നെ ബാക്കിയുള്ള മെറ്റൽസ് എന്താണ്, സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ സൂപ്പർ ഓക്സൈഡിലെ O2 മൈനസ് അയോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ലാർജ് കാറ്റയോൺസ്, അതായത് വലിയ കാറ്റയോണുകളായ നമ്മുടെ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ളവരുടെ പ്രസൻസിൽ മാത്രമേ എന്താണ് അവർ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സൂപ്പർ ഓക്സൈഡ്സും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഉദാഹരണം ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ ആയിട്ട് ലിഥിയം മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോഡിയം പെറോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെന്താണ്, ഇവിടെ ഒരു എക്സാമ്പിൾ M+O2 gives MO2 സൂപ്പർ ഓക്സൈഡ്, അതായത് നമ്മുടെ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ളവർ സൂപ്പർ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ഓക്സൈഡുകളിലെല്ലാം ആൽക്കലി ലോഹത്തിന്റെ ഓക്സീകരണാവസ്ഥ +1 ആണ്. ലിഥിയത്തിന്റെ അനിതര സാധാരണമായ ഒരു സവിശേഷതയാണ് അന്തരീക്ഷ വായുവിലെ നൈട്രജനുമായി പ്രവർത്തിച്ച് നൈട്രൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. വായുവും വെള്ളവുമായുള്ള ഉയർന്ന പ്രവർത്തന ശേഷി കാരണം ക്ഷാരലോഹങ്ങളെ സാധാരണയായി മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അല്ലെ, നിങ്ങൾ ചിലപ്പം ലാബിലൊക്കെ ഈ ആൽക്കലി മെറ്റൽസ് എന്താണ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഒക്കെ കാണിക്കാൻ നേരം എന്താണ്, അത് മണ്ണെണ്ണയിലായിരിക്കും നമ്മുടെ ലാബിൽ അതൊക്കെ എന്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം ഇവരെന്താണ് ഹൈലി റിയാക്റ്റീവ് ആണ്. അല്ലെ, അപ്പം വായുവും വെള്ളമായിട്ട് ഇവർ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ദേ ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. ഓക്കെ, മണ്ണെണ്ണയിലാണ് ഇവരെ നമ്മൾ വെക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ലിഥിയം അതുപോലെ തന്നെ നൈട്രജനുമായിട്ട് പ്രവർത്തിച്ച Li3N എന്ന് പറയുന്ന ലിഥിയം നൈട്രൈഡ് ഫോം ചെയ്യുന്നു. അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇവരുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിന്റെ ഓക്സൈഡ്സിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ജലവുമായുള്ള പ്രവർത്തനം. ക്ഷാരലോഹങ്ങൾ വെള്ളവുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്സൈഡും ഡൈഹൈഡ്രജനും ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്. 2m+2H2O gives 2m++OH- അല്ലെ, അപ്പം ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡും അതുപോലെ ഡൈഹൈഡ്രജനും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇറ്റ് ക്യാൻ ബി എനി ആൽക്കലി മെറ്റൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇ വാല്യൂ, ഈ വില എന്ന് പറയുന്നത് ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വാല്യൂ ആണ്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള വിലയാണ് ലിഥിയത്തിന് ഉണ്ടെങ്കിലും ജലവുമായുള്ള പ്രവർത്തന ശേഷി ഈ മൂല്യം ഏറ്റവും കുറവ് നെഗറ്റീവ് വിലയുള്ള സോഡിയത്തെക്കാൾ കുറവാണ്. അതൊന്നുമില്ല, അതായത് ലിഥിയത്തിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് കമ്പയർ ടു ദാറ്റ് ഓഫ് സോഡിയം. പക്ഷെ സോഡിയം ആണ് എന്താ മോർ വിഗറസ്ലി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലിഥിയം ഹാസ് മോസ്റ്റ് നെഗറ്റീവ് ഇ വാല്യൂ. അതിന്റെ റിയാക്ഷൻ വിത്ത് ലിഥിയത്തിന്റെ റിയാക്ഷൻ വിത്ത് വാട്ടർ എന്ന് പറയുന്നത് ലെസ് വിഗറസ് ആണ്. പക്ഷെ സോഡിയം എന്ന് പറയുന്നതിന് ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇ ആണുള്ളത്. പക്ഷെ അത് എന്താണ് മോർ വിഗറസ്ലി കമ്പയർ ടു ദാറ്റ് ഓഫ് ലിഥിയം എന്താണ് റിയാക്ട് ചെയ്യുന്നത്. ലിഥിയത്തിന് മോസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും അത് ലെസ് വിഗറസ് ആയിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ കമ്പയർ ടു ദാറ്റ് ഓഫ് സോഡിയം വിച്ച് ഹാസ് ലീസ്റ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂ among the alkali metals. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സെന്റൻസ് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഇതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജലവുമായുള്ള പ്രവർത്തന ശേഷി ഈ മൂല്യം ഏറ്റവും കുറവ് നെഗറ്റീവ് വിലയുള്ള സോഡിയത്തേക്കാൾ കുറവാണ്. സോ ലിഥിയത്തിന്റെ ഈ സ്വഭാവത്തിന് കാരണം അതിന്റെ എന്താണ്, അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ വലിപ്പക്കുറവും വളരെ കൂടിയ ജലസംയോജന ഊർജവുമാണ്. അല്ലെ, അതിന്റെ ഹൈഡ്രേഷൻ എൻതാൽപി കൂടുതലുമാണ്, അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്താണ് കുറവുമാണ്. ഈ രണ്ട് റീസൺസ് കാരണമാണ് അവര് ഇത് കണക്ക് ലെസ് വിഗറസ് ആയിട്ടാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാം ലിഥിയം. ഓക്കെ,
സോ ഗ്രൂപ്പിലെ മറ്റ് ലോഹങ്ങൾ ജലവുമായി സ്ഫോടനത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പ്രോട്ടോൺ ദാതാക്കളായ ആൽക്കഹോൾ, വാതക, അമോണിയ, ആൽക്കൈനുകൾ എന്നിവ ക്ഷാരലോഹങ്ങൾ എന്നിവയുമായും ക്ഷാരലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പം ലോഹങ്ങൾ എന്താണ് ജലവുമായിട്ട് സ്ഫോടനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ മണ്ണെണ്ണയിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ഡൈഹൈഡ്രജനുമായുള്ള പ്രവർത്തനം. ഏകദേശം 673 കെൽവിനിൽ ലിഥിയം 1073 കെൽവിൻ ക്ഷാരലോഹങ്ങൾ ഡൈഹൈഡ്രജനുമായി പ്രവർത്തിച്ച് ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കുന്നു. എല്ലാ ക്ഷാരലോഹ ഹൈഡ്രൈഡുകളും ഉയർന്ന ദ്രവണാങ്കമുള്ള അയോണിക ഖരവസ്തുക്കളാണ്. അല്ലെ? അപ്പൊ എന്താണ്, ആൽക്കലി മെറ്റൽസ് ഡൈഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും, H2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുന്നത്, ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഹൈഡ്രൈഡ്സ്. അപ്പൊ എല്ലാ ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന എല്ലാ ഹൈഡ്രൈഡ്സും എന്താണ്, ഉയർന്ന ദ്രവണാങ്കമുള്ള അയോണിക വസ്തുക്കളാണ്, അയനിക ഖരവസ്തുക്കളാണ്, അയനിക് സോളിഡ്സ് ആണ്. അപ്പൊ അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. അതാണ് ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യാന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ലിഥിയം ഹൈഡ്രൈഡ് എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്തതാണ് ഹാലജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി ആണ്. ഹാലജനുകളുമായിട്ടുള്ള പ്രവർത്തനം. ക്ഷാരലോഹങ്ങൾ ഹാലജനുമായി വളരെ പെട്ടെന്ന് വീര്യത്തോടെ പ്രവർത്തിച്ച് അയോണിക ഹാലൈഡുകൾ ഉണ്ടാക്കുന്നു. അല്ലെ? അയനിക് ഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. എന്നാൽ ലിഥിയം ഹാലൈഡുകൾ ഏറെക്കുറെ സഹസംയോജക സംയുക്തങ്ങളാണ്. ഇതിന് കാരണം ലിഥിയം അയോണിന്റെ ഉയർന്ന ധ്രുവീകരണ കഴിവാണ്. അല്ലെ? അപ്പൊ എന്താണ്, ലിഥിയം ഹാലൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, കോവാലൻ നേച്ചർ ആണ്. ബിക്കോസ് ഓഫ് ദർ ഹൈ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, പോളറൈസേഷൻ. അല്ലെ? അവരുടെ പോളറൈസബിലിറ്റി അല്ലെങ്കിൽ പോളറൈസേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ്. അതുകൊണ്ടാണ് അവരെന്താണ്, സഹസംയോജക സംയുക്തങ്ങളാണെന്ന് പറയുന്നത്. കൊവാലൻ നേച്ചർ ആണ് ലിഥിയം ഹാലൈഡ്സിനുള്ളതെന്ന് പറയുന്നത്. അപ്പം അതായത് ഒരു കാറ്റയോണിനാൽ ആനയോണിന്റെ ഇലക്ട്രോൺ മേഘപടലത്തിൽ ഉണ്ടാകുന്ന അപഭ്രംശമാണ് ധ്രുവീകരണം, പോളറൈസേഷൻ. ഓൾറെഡി നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലിഥിയം പോസിറ്റീവ് അയോണിന്റെ വലിപ്പം വളരെ കുറവായതിനാൽ നെഗറ്റീവ് ഹാലൈഡ് അയോണിന്റെ ഇലക്ട്രോൺ മേഘപടലത്തിന് അപഭ്രംശം ഉണ്ടാക്കാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. സോ വലിപ്പ കൂടുതലുള്ള ആനയോണുകൾക്ക് പെട്ടെന്ന് അപഭ്രംശം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഹാലൈഡുകളിൽ ലിഥിയം അയഡൈഡിനാണ് ഏറ്റവും കൂടുതൽ സഹസംയോജക സ്വഭാവമുള്ളത്. ഓക്കെ, അപ്പം ലിഥിയം എന്താണ്, അയഡൈഡ് അല്ലെ, ലിഥിയം അയഡൈഡിനാണ് ഏറ്റവും കൂടുതൽ കൊവാലൻ നേച്ചർ ഉള്ളത് എമംഗ് ദി ലിഥിയത്തിന്റെ ഹാലൈഡ്സ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ലിഥിയം ഹാലൈഡ് ആണ് ഏറ്റവും കൂടുതൽ കൊവാലൻ നേച്ചർ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് പണ്ട് ഏതോ പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു, ഇങ്ങനെ കൊവാലന്റ് നേച്ചർ ഒന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളതിൽ. അപ്പൊ ലിഥിയം ഹാലൈഡിലാണ് ഏറ്റവും കൂടുതൽ കൊവാലൻ നേച്ചർ ഉള്ളത്. അടുത്തത് നിരോക്സീകരണ സ്വഭാവം, റെഡ്യൂസിങ് നേച്ചർ. അപ്പൊ ക്ഷാരലോഹങ്ങൾ പ്രബല നിരോക്സീകാരികളാണ്. ലിഥിയത്തിന് ഏറ്റവും കൂടുതലും സോഡിയത്തിന് ഏറ്റവും കുറവും നിരോക്സീകരണ ശേഷിയാണുള്ളത്. നിരോക്സീകരണ ശേഷിയുടെ അളവായ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചൂടെ ചേർത്തിട്ടുള്ള ആകമാന മാറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്, ആൽക്കലി മെറ്റൽസ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്നത് ലിഥിയവും ഏറ്റവും കുറവ് കാണിക്കുന്നത് ആരാണ്, സോഡിയവും ആണ്. അതുപോലെ ഈ റെഡ്യൂസിങ് നേച്ചറിന്റെ വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ IE എന്ന് പറയുന്ന വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരുന്നുണ്ട്. അതായത് ഒരു M എന്ന് പറയുന്നത് സോളിഡ് ടു ഗ്യാസ് ആകുന്നു, അതാണ് ഉത്പാദന എൻതാൽപ്പി എന്ന് പറയുന്നു. അതുപോലെ എമ്മിനെ ഒരു അയണൈസേഷൻ എൻതാൽപ്പി, ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ അയണൈസേഷൻ എൻതാൽപ്പി, അവിടെ റിലീസ് ചെയ്യുന്ന എനർജി. അതുപോലെ M+H2O ഗിവ്സ് M+, അത് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സോ ലിഥിയം അയോണിന് വലിപ്പക്കുറവായതിനാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ജലസംയോജന എൻതാൽപ്പി. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ളത് ലിഥിയം അയോണിനാണ്. താഴോട്ട് വരുന്നവരും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുന്നു നമ്മൾ പറഞ്ഞു. സോ അതാണ് ലിഥിയത്തിന്റെ കൂടിയ നിരോക്സീകരണ ശേഷിക്കും കൂടിയ നെഗറ്റീവ് ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൂല്യത്തിനും കാരണമായിട്ടുള്ളത്. ഓക്കെ, അപ്പം ലിഥിയം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലാണ്. അതുപോലെ അതിന്റെ ഓക്സിഡേഷൻ നേച്ചറും കൂടുതലാണ്. ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അവർക്ക് കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, അതായത് ദ്രാവക അമോണിയയിലുള്ള ലായനി.
നോക്കാം. ക്ഷാരലോഹങ്ങൾ ദ്രാവക അമോണിയയിൽ ലയിച്ച് വൈദ്യുത ചാലക സ്വഭാവമുള്ള കടും നീല ലായനി ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ലയിക്കും. എന്നിട്ട് എന്താണ്? കടും നീല നിറമുള്ള ചാലക ലായനി എന്ന് പറയുമ്പോഴത്തേക്കും വൈദ്യുത ചാലക സ്വഭാവമുള്ള ലായനി, അതായത് കണ്ടക്ടിങ് നേച്ചർ ഉള്ള ഒരു ലിക്വിഡ് ആയിട്ട് അവർ മാറും. അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അമോണിയ തന്മാത്രകളാൽ ചുറ്റപ്പെട്ട ഇലക്ട്രോൺ ദൃശ്യപ്രകാശ മേഖലയിൽ നിന്നും ഊർജം ആഗിരണം ചെയ്യുന്നതിനാലാണ് ലായനി നീല നിറത്തിൽ കാണപ്പെടുന്നത്. ലായനി പാരാമാഗ്നറ്റിക് ആണ്. ദീർഘനേരം വെച്ചിരുന്നാൽ സാവധാനം ഹൈഡ്രജനെ പുറന്തള്ളുകയും അമൈഡായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഇതാണ് അതിന്റെ റിയാക്ഷൻ. ഇവിടെ എം എന്നത് അമോണിയയിലുള്ള ലായനിയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന ഗാഢതയുള്ള ലായനിയിൽ നീല നിറം വെങ്കല നിറമായി മാറുകയും പ്രതികാന്തിക സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു. അല്ലെ? അപ്പൊ ബ്ലൂ കളർ വെങ്കല നിലവായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പ്രതികാന്തിക സ്വഭാവം, അതായത് ഡയാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ആദ്യം എന്താണ്? അത് പാരാമാഗ്നറ്റിക് ആണെന്ന് പറയുന്നുണ്ട് ലായനി. അപ്പം അത് ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിൽ ആ പതുക്കെ ബ്ലൂ കളർ എന്താണ്? വെങ്കല നിറമായിട്ട് മാറുകയും അവരെന്താണ്? ഡയാമാഗ്നറ്റിക് ആകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, സോ അതാണ് സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ എന്നുള്ളതാണ് പറയുന്നത്, ദ്രാവക അമോണിയയിലുള്ള ലായനി. അടുത്തത് ഇതിന്റെ കുറച്ച് യൂസസ് പറയാം. ഉപയോഗങ്ങൾ, അതായത് ഉപയോഗപ്രദമായ നിരവധി ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാൻ ലിഥിയം ഉപയോഗിക്കുന്നു. ഉദാഹരണമായി ലിഥിയം ലെഡുമായി ചേർന്നിട്ടുണ്ടാകുന്ന വെളുത്ത ലോഹം അല്ലെങ്കിൽ വൈറ്റ് മെറ്റൽ മോട്ടോർ യന്ത്രങ്ങളിൽ ബെയറിങ്ങുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ വൈറ്റ് മെറ്റൽ ഓർത്തോളുക, ലിഥിയവും അതുപോലെ എന്താണ് ലെഡും കൂടെ ചേർന്നിട്ടാണ് വൈറ്റ് മെറ്റൽ ഉണ്ടാക്കുന്നത്. അത് മോട്ടോർ എഞ്ചിൻസിലൊക്കെ ബെയറിങ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അലൂമിനിയമായി ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ, അല്ലെ? അലൂമിനിയം ആയിട്ടുണ്ടാകുന്ന എന്താണ് ലോഹസങ്കരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യവുമായി ചേർന്നുണ്ടാകുന്ന കവചങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. താപ അണു കേന്ദ്ര പ്രവർത്തനങ്ങളിലും വൈദ്യുത രാസ സെല്ലുകളിലും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലെഡിന്റെ കോമ്പൗണ്ട്സ് ആണ് ഇവയൊക്കെ. PbEt4, PbMe4 എന്നിവ നിർമ്മിക്കാൻ ആവശ്യമായ സോഡിയം അല്ലെങ്കിൽ ലെഡ് ലോഹസങ്കരണം ഉണ്ടാക്കാൻ സോഡിയം ആവശ്യമുണ്ട്. ഇത്തരം ഓർഗാനോ ലെഡ് സംയുക്തങ്ങൾ മുൻകാലങ്ങളിൽ പെട്രോളിൽ അപസ്ഫോടന കാരകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇക്കാലത്ത് വാഹനങ്ങളിൽ ലെഡ് രഹിത പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. സോ ദ്രാവക സോഡിയം അതിവേഗ ബ്രീഡർ റിയാക്ടറിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ലിക്വിഡ് സോഡിയം എന്ന് പറയുന്നത് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രീഡ് റിയാക്ടേഴ്സിൽ. പിന്നെ ജീവശാസ്ത്രപരമായി സുപ്രധാന ധർമ്മം പൊട്ടാസ്യം നിർവഹിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ബയോളജിക്കൽ ഫ്ലൂയിഡ്സിൽ ഉണ്ട്. എന്താണ്? മിക്ക ആൽക്കലി മെറ്റൽസിന്റെ കാര്യം പറഞ്ഞു. സോ പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു രാസവളമായി ഉപയോഗിക്കുന്നു. പിന്നെ മൃദു സോപ്പുകൾ വ്യാവസായികമായി നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡിന്റെ നല്ല ഒരു അവശോഷകമാണ്. പിന്നെ അവശോഷകം എന്ന് പറഞ്ഞാൽ അബ്സോർബന്റ് ആണ് കേട്ടോ, അബ്സോർബന്റ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? സീഷ്യം ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ യൂസസ് പറയാൻ. ജസ്റ്റ് വായിക്കുക. വൈറ്റ് മെറ്റൽ എന്താണ്, പിന്നെ എന്താണ് അലൂമിനിയം ആയിട്ട് യൂസ് ചെയ്ത് ആൽക്കലി മെറ്റൽസ് നമ്മൾ അലൂമിനിയം ആയിട്ട് നമ്മൾ ഈ ലിഥിയത്തിനെ ചേർന്നിട്ട് നമ്മൾ എന്താണ് ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. മഗ്നീഷ്യം ആയിട്ട് ചേർന്നിട്ട് കവചങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മുടെ ഓർഗനോലൈഡ് സംയുക്തങ്ങൾ പണ്ട് പെട്രോളിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ലെഡ് ഫ്രീ പെട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? കൂളന്റ് ആയിട്ട് ലിക്വിഡ് സോഡിയം യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. പൊട്ടാസ്യം എന്ന് പറയുന്ന നമ്മുടെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിൽ ഒരുപാട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു രാസവളമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീഷ്യം എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നു. സോ ഇത്രയാണ് ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ഇനി അടുത്തത് ലോഹ സംയുക്തങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ, അതായത് ഇവരുടെ കോമ്പൗണ്ട്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതായത് ഓക്സൈഡ്, ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ്, ഇവരുടെ ഹാലൈറ്റ്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ,
ക്ഷാരലോഹങ്ങളുടെ സാധാരണ സംയുക്തങ്ങൾക്കെല്ലാം പൊതുവെ അയോണിക സ്വഭാവമുണ്ട്. അവയുടെ ചില സംയുക്തങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ താഴെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്, ആൽക്കലി മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിനെല്ലാം എന്താണ് പൊതുവെ ഒരു അയണിക് നേച്ചർ ആണെന്നാണ് പറയുന്നത്. സോ അയണിക് ഈ ആൽക്കലി മെറ്റൽ കോമ്പൗണ്ട്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം അതിന്റെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളെയും കുറിച്ച് പറയാം. വായുവിന്റെ ആധിക്യത്തിൽ ജ്വലനം നടത്തിയാൽ ലിഥിയം, പ്രധാനമായും ലിഥിയം ഓക്സൈഡ്, കൂടാതെ കുറച്ച് പെറോക്സൈഡും അതുപോലെ സോഡിയം പെറോക്സൈഡും അതുപോലെ കുറച്ച് സൂപ്പർ ഓക്സൈഡും പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എന്നിവ സൂപ്പർ ഓക്സൈഡും ഉണ്ടാക്കുന്നു. അല്ലെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റിയുടെ സ്ഥലത്ത് അല്ലെ. അപ്പൊ ലിഥിയം എന്താണ്, സാധാരണ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പെറോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം എന്ന് പറയുന്നത് പെറോക്സൈഡ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താണ്, സൂപ്പർ ഓക്സൈഡുകളും ഉണ്ടാക്കുന്നു. സോ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ശുദ്ധമായ M2O, M2O2, MO2 എന്നിവയും എന്താണ്, ആൽക്കലി മെറ്റൽസിന് നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പൊ എന്താണ്, വായുവിന്റെ ആധിക്യത്തിലുള്ള ജ്വലനത്തിലാണ്, ജ്വലനം എന്ന് പറയുന്നത് കമ്പസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ കമ്പസ്റ്റനിൽ ഇത്രയും ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൽക്കലി മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലോഹ അയോണിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പെറോക്സൈഡുകളുടെയും സൂപ്പർ ഓക്സൈഡുകളുടെയും സ്ഥിരത എന്താണ്, കൂടുന്നു. അപ്പൊ ഇതിന് കാരണം എന്താണ്, വലിയ ആനയോണിനെ വലിയ കാറ്റയോൺ ലാറ്റിസ് ഊർജ പ്രഭാവങ്ങളിലൂടെ സ്ഥിരത നൽകുന്നതാണ്. അല്ലെ, ലാറ്റിസ് എനർജി എഫക്റ്റ് വഴി എന്താണ്, വലിയ ആനയോണിനെ വലിയ കാറ്റയോൺ എന്താണ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു ബൈ ലാറ്റിസ് ഇഫക്റ്റ്. അപ്പൊ ഇതിന്റെ റീസൺ ആയിട്ടാണ് എന്താ, ഈ സൂപ്പർ ഓക്സൈഡുകളും പെറോക്സൈഡുകളിലും എന്താണ് സ്റ്റെബിലിറ്റി കൂടുന്നത്. പിന്നെ ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തന പ്രകാരം ഓക്സൈഡുകൾ വളരെ വേഗം ജലവിശ്ലേഷണ വിധേയമായി ഹൈഡ്രോക്സൈഡുകളായി മാറുന്നു എന്ന് കാണാം. അല്ലെ, എന്താണ്, പെട്ടെന്ന് തന്നെ ഹൈഡ്രോലൈസ് ചെയ്ത് ഓക്സൈഡ്സ് എന്താണ്, ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് മാറും. അതിന്റെ റിയാക്ഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ശുദ്ധമായ ഓക്സൈഡുകളും പെറോക്സൈഡുകളും നിറമില്ലാത്തവയാണ്. എന്നാൽ സൂപ്പർ ഓക്സൈഡുകൾക്ക് മഞ്ഞയോ ഓറഞ്ച് നിറമോ ആവാം. അപ്പൊ എന്താണ്, ഓക്സൈഡുകൾക്കും പെറോക്സൈഡുകൾക്കും നിറമില്ല, പക്ഷെ സൂപ്പർ ഓക്സൈഡുകൾക്കും ഒന്നെങ്കിൽ മഞ്ഞയോ ഓറഞ്ച് നിറമോ ആണ്. അകാർബണിക രാസപ്രവർത്തനങ്ങളിൽ നല്ല ഒരു ഓക്സികാരിയായി സോഡിയം പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. സൂപ്പർ ഓക്സൈഡുകൾ പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ എന്താ, സൂപ്പർ ഓക്സൈഡുകൾ എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ സോഡിയം പെറോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതാണ് ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തത്, ജലവുമായി ഓക്സൈഡുകൾ പ്രവർത്തിച്ചുണ്ടാകുന്ന ഹൈഡ്രോക്സൈഡുകൾ വെളുത്ത പരൽ രൂപത്തിലുള്ള ഖരവസ്തുക്കളാണ്. പരൽ രൂപം എന്ന് പറഞ്ഞാൽ എന്താ, ക്രിസ്റ്റൽസ് ആണ് അല്ലെ, ക്രിസ്റ്റലൈൻ ഫോമിലാണ് അവര് ഉണ്ടാവുന്നത്. സോ മറ്റെല്ലാ ക്ഷാരങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും വീര്യമുള്ളവയാണ് ക്ഷാരലോഹ ഹൈഡ്രോക്സൈഡുകൾ അല്ലെ. അപ്പം ഹൈഡ്രോക്സൈഡ്സിൽ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതീവ ജലസംയോജനം കാരണം അത്യധികം താപം ഉത്സർജിച്ചുകൊണ്ട് ഇവ ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, പെട്ടെന്ന് തന്നെ ഇവർക്ക് വാട്ടറിൽ എന്താണ് ലയിക്കാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ്, വളരെ അധികം താപം പുറന്തള്ളിക്കൊണ്ട് അല്ലെ. ഹാലൈഡുകളെ കുറിച്ച് നോക്കാം, അതായത് ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഹാലൈഡുകൾ. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ഇങ്ങനെ സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. അതിൽ പ്യുവർ ആയിട്ടുള്ള ഓക്സൈഡ്സിന് കളർ ഇല്ല, പക്ഷെ എന്താണ്, ബാക്കി സൂപ്പർ ഓക്സൈഡ്സിൽ യെല്ലോ കളർ ആകാം അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആകാം. അപ്പൊ അതൊക്കെ ഓരോരോ പോയിന്റ്സ് ആണ്, നമുക്ക് വേണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഇനി ഹാലൈഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഹാലൈഡ്സ്. എല്ലാ ക്ഷാരലോഹ ഹാലൈഡുകളും, അതായത് MX ഫോമിൽ ഇട്ടാൽ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ, ഇവരെയാണ് ഹാലൈഡുകൾ നമ്മൾ വിളിക്കുന്നത്. ഇനി ഉയർന്ന ദ്രവണാങ്കമുള്ള പരൽ രൂപത്തിലുള്ള ഖരവസ്തുക്കളാണ് ഏതാണ്, ഈ ക്ഷാരലോഹ ഹാലൈഡുകൾ. അനുയോജ്യമായ ഓക്സൈഡിനെയോ ഹൈഡ്രോക്സൈഡിനെയോ കാർബണേറ്റുകളെയോ ജലീയ ഹൈഡ്രോ ഹാലിക് അമ്ലവുമായി പ്രവർത്തിപ്പിച്ച ഹാലൈഡുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഹാലൈഡുകൾ നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാ ഹാലൈഡുകൾക്കും ഉയർന്ന നെഗറ്റീവ് രൂപീകരണ എൻതാൽപ്പിയാണ് ഉള്ളത്. സോ ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഫ്ലൂറൈഡുകളുടെ ഡെൽറ്റ എഫ് എച്ച് നെഗറ്റീവ് വില കുറയുന്നു. അപ്പൊ ഇതെന്താ, ഡെൽറ്റ എഫ് എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞ രൂപീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഈ ഫ്ലൂറൈഡുകളുടെ രൂപീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ നെഗറ്റീവ് വില എന്താണ്, കുറഞ്ഞാണ് വരുന്നത്. നെഗറ്റീവ് വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. എന്നാൽ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് എന്നിവയുടെ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വില എന്താണ് വ്യത്യാസപ്പെടുന്നത്, നേരെ തിരിച്ചാണ്. ഒരു നിശ്ചിത ലോഹത്തെ സംബന്ധിച്ച് എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ നെഗറ്റീവ് വില ഫ്ലൂറൈഡിൽ നിന്ന് അയഡൈഡിലേക്ക് കുറഞ്ഞു വരുന്നു.
ഓക്കെ, അപ്പൊ എന്താണ് ഹാലൈഡ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവരുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എങ്ങനെ വേരി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അടുത്തത്, ദ്രവണാങ്കവും തിളനിലയും എല്ലായ്പ്പോഴും ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവണത പിന്തുടരുന്നു. ഫ്ലൂറൈഡ് ഗ്രേറ്റർ ദാൻ ക്ലോറൈഡ് ഗ്രേറ്റർ ദാൻ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ അയഡൈഡ്. സോ എല്ലാ ഹാലൈഡുകളും ജലത്തിൽ ലയിക്കുന്നവയാണ്. ലിഥിയം ഫ്ലൂറൈഡിന്റെ ജലത്തിലെ ലയത്വക്കുറവിന് കാരണം അതിന്റെ ഉയർന്ന ലാറ്റിസ് എൻതാൽപ്പിയാണ്. അപ്പൊ ലിഥിയം ഫ്ലൂറൈഡിന്റെ എന്താണ് ലയത്വക്കുറവ്, സൊല്യൂബിലിറ്റി എന്താണ് കുറവാണ്. കാരണം അതെന്താണ്, അതിന് ഉയർന്ന ലാറ്റിസ് എൻതാൽപ്പി ഉണ്ട്. അതുപോലെ രണ്ട് അയോണുകളുടെയും കുറഞ്ഞ ജലസംയോജന എൻതാൽപ്പിയാണ് സീഷ്യം അയഡൈഡിന്റെ ലയത്വക്കുറവിന് കാരണം. അതുപോലെ ലിഥിയത്തിന്റെ മറ്റ് ഹാലൈഡുകൾ എഥനോൾ, അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റ് എന്നിവയിൽ ലയിക്കും. ലിഥിയം ക്ലോറൈഡ് പിരിഡിനിലും ലയിക്കും. ഓക്കെ, അപ്പം ഹാലൈറ്റ് ബാക്കിയുള്ള ലിഥിയത്തിന്റെ ഹാലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എഥനോളിൽ, അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റിലൊക്കെ ലയിക്കും. അതുപോലെ ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, പിരിഡിനിലും ലയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലിഥിയം ഫ്ലൂറൈഡ് വാട്ടറിൽ എന്താണ് ലോ സൊല്യൂബിലിറ്റി ആണ്. ബാക്കി ഈ എഥനോൾ, അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റിലൊക്കെ എന്താണ് അവർ സൊല്യൂബിൾ ആണെന്നാണ് പറഞ്ഞത്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരുന്നു. അടുത്തത് നോക്കാം, ഓക്സോ ആസിഡുകളുടെ ലവണങ്ങൾ. അപ്പം സോൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ് നോക്കാം. ആസിഡിക് പ്രോട്ടോൺ ഉൾക്കൊള്ളുന്ന ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഒരു ഓക്സോ ഗ്രൂപ്പും ഒരേ ആറ്റത്തിൽ ബന്ധിതമായിരിക്കുന്ന സംയുക്തങ്ങളാണ് ഓക്സോ ആസിഡുകൾ, അല്ലെ. അതിന് ഉദാഹരണമാണ് നമ്മുടെ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സൾഫ്യൂരിക് ആസിഡ്. ഇവരൊക്കെ എന്താണ് ഓക്സോ ആസിഡ് ഗ്രൂപ്പാണ്. അതായത് ആസിഡിക് പ്രോട്ടോൺ ഉള്ള ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ഓക്സോ ഗ്രൂപ്പും ഒരേ ആറ്റത്തിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഓക്സോ ആസിഡ് എന്ന്. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് കാർബോണിക് ആസിഡ്. ഇനി എല്ലാ ഓക്സോ ആസിഡുകളുമായും പ്രവർത്തിച്ച് ക്ഷാരലോഹങ്ങൾ ലവണങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ. അപ്പൊ ആൽക്കലി മെറ്റൽസും ഓക്സോ ആസിഡ്സും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് അവര് ലവണങ്ങൾ സോൾട്സ് ഫോം ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്നത് ഓക്സോ ആസിഡുകളുടെ സാൾട്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവ പൊതുവെ ജലത്തിൽ ലയിക്കുന്നവയും താപസ്ഥിരതയുള്ളവയുമാണ്. അവയുടെ കാർബണേറ്റുകളും മിക്ക ഹൈഡ്രജൻ കാർബണേറ്റുകളും ഉയർന്ന താപസ്ഥിരതയുള്ളവയാണ്, അല്ലെ. കാർബണേറ്റ് ആൻഡ് എന്താണ് ഹൈഡ്രജൻ കാർബണേറ്റ്സും അവരെന്താണ് നല്ല സ്റ്റെബിലിറ്റി ഉള്ളവരാണ്, അല്ലെ. ഹീറ്റ് സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ്, താപസ്ഥിരതയുള്ളവരാണ്. ഇനി ഗ്രൂപ്പിൽ താഴോട്ട് വിദ്യുതധനത കൂടുന്നതിനനുസരിച്ച് കാർബണേറ്റുകളുടെയും ഹൈഡ്രജൻ കാർബണേറ്റുകളുടെയും സ്ഥിരത കൂടുന്നു, അല്ലെ. അപ്പൊ ഗ്രൂപ്പുകളിൽ എന്താണ് താഴോട്ട് വരുന്തോറും ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ, അതാണ് ഈ വിദ്യുതധനത നമ്മളിപ്പോ പറഞ്ഞത്, അതെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഈ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ കാർബണേറ്റുകളുടെയും ഹൈഡ്രജൻ കാർബണേറ്റുകളുടെയും സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ കൂടുന്നു എന്ന് പറയാം ഡൗൺ ദ ഗ്രൂപ്പ്. അതേപോലെ ലിഥിയം കാർബണേറ്റ് അത്ര താപസ്ഥിരതയുള്ള സംയുക്തമല്ല. ലിഥിയം അയോൺ വളരെ ചെറുതായതിനാൽ വലിയ കാർബണേറ്റ് അയോണിനെ ധ്രുവീകരണം നടത്തി കുറെ കൂടി സ്ഥിരതയുള്ള ലിഥിയം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. സോ ലിഥിയത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. അപ്പൊ ലിഥിയത്തിന്റെ കാർബണേറ്റും ഹൈഡ്രജൻ കാർബണേറ്റിന്റെ കാര്യമാണ് ഈ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. ലിഥിയം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റിന് അത്ര താപസ്ഥിരത ഉള്ള ആളല്ല. അപ്പം അത് ലിഥിയം എന്താണ് വളരെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ആ ലാർജർ സൈസുള്ള കാർബണേറ്റ് അയോൺ എന്തായി മാറും, സ്റ്റേബിൾ ആയിട്ടുള്ള ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. അപ്പൊ അതേപോലെ തന്നെ ഹൈഡ്രജൻ കാർബണേറ്റ് ഓഫ് ലിഥിയം എന്ന് പറയുന്നത് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നില്ല, അതായത് സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ആൽക്കലി മെറ്റൽസിന്റെ ചില കോമ്പൗണ്ട്സിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, ഹാലൈഡ്സ്, ഓക്സോ ആസിഡ്സിന്റെ സോൾട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നോക്കാം നമുക്ക് ലിഥിയത്തിന്റെ അസാധാരണമായ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, അതായത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ആണ്, അല്ലെ. അസാധാരണമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം, ആറ്റത്തിന്റെയും അയോണിന്റെയും അനിതര സാധാരണമായ വലിപ്പക്കുറവും ഉയർന്ന ധ്രുവീകരണ ശേഷിയുമാണ്, അതായത് ചാർജ് ബൈ ആരം അനുപാതം ലിഥിയത്തിന്റെ അസാധാരണമായ ഗുണവിശേഷങ്ങൾക്ക് കാരണം, അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് ഹൈ പോളറൈസബിലിറ്റി ആണ് എന്താണ് ലിഥിയത്തിനുള്ളത്. അതുപോലെ എന്താണ് സ്മോൾ സൈസ് ഓഫ് ഇറ്റ്സ് ആറ്റം ആൻഡ് അയൺ, അതിന്റെ ആറ്റത്തിന്റെ സൈസും അതിന്റെ അയോണിന്റെ സൈസും എന്താണ് ചെറുതാണ്. അതുപോലെ പോളറൈസബിലിറ്റി പവർ അല്ലെങ്കിൽ നമ്മുടെ ചാർജ് ടു റേഡിയസ് റേഷ്യോ
അതാണ് ചാർജ് ബൈ ആരം അനുപാതം. ധ്രുവീകരണ ശേഷിയാണ് പോളറൈസബിലിംഗ് കപ്പാസിറ്റി അല്ലെ പോളറൈസിംഗ് പവർ എന്നൊക്കെ പറയുന്നത്. സോ ഇതാണ് ലിഥിയത്തിന്റെ അസാധാരണമായ ഗുണവിശേഷങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. സോ തത്ഫലമായി ലിഥിയം സംയുക്തങ്ങൾക്ക് ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കത്തക്ക രീതിയിൽ ഉയർന്ന സഹസംയോജക ഗുണം കൈവരുന്നു. സോ കൂടാതെ താഴെ വിവരിച്ചിരിക്കുന്ന വിധത്തിൽ മഗ്നീഷ്യവുമായി വികർണ ബന്ധം പ്രകടിപ്പിക്കുന്നുണ്ട്. മഗ്നീഷ്യമായിട്ട് വികർണ ബന്ധം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു? ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെ. ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം. ബെറിലിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലൂമിനിയം. ഓക്കെ. ലിഥിയവും മറ്റ് ക്ഷാരലോഹങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ലിഥിയത്തിന് കാഠിന്യം കൂടുതലാണ്. മറ്റ് ക്ഷാരലോഹങ്ങളെ അപേക്ഷിച്ച് ദ്രവണാങ്കവും തിളനിലയും കൂടുതലാണ്. അപ്പൊ അതിന്റെ അനോമലസ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലിഥിയവും മറ്റുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ലിഥിയം എന്താണ്? കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള ആളാണ്. അതുപോലെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താണ്? ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെക്കാട്ടിലും എന്താണ്? കൂടുതലാണ്. അതുപോലെ ക്ഷാരലോഹങ്ങളിൽ വെച്ച് ഏറ്റവും കുറവ് രാസപ്രവർത്തന ശേഷിയും ഏറ്റവും കൂടുതൽ നിരോക്സീകാര ശേഷിയും ലിഥിയത്തിനാണ് അല്ലെ. അതുപോലെ മറ്റ് ആൽക്കലി ലോഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലിഥിയം വായുവിൽ ജ്വലനം നടന്ന് പ്രധാനമായും മോണോക്സൈഡും നൈട്രൈഡും ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ ലിഥിയം എന്താണ്? വായുവിൽ കമ്പസ്റ്റൻ നടന്നാൽ ലിഥിയം ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ലിഥിയം നൈട്രൈഡും പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഏറ്റവും അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് ബട്ട് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റും ആണ് ലിഥിയം അല്ലെ. ഏറ്റവും കുറവ് രാസപ്രവർത്തന ശേഷി, അതായത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ലിഥിയം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിരോക്സീകാര ശേഷി, ദാറ്റ് മീൻസ് സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇതൊക്കെ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കാം. ലിഥിയം ക്ലോറൈഡ് ഈർപ്പമുള്ള വായുവിൽ അലിയുന്നതും തുടർന്ന് ലിഥിയം ക്ലോറൈഡ് O2H2O എന്ന ഹൈഡ്രേറ്റിന്റെ പരലായി മാറുകയും ചെയ്യുന്നു. എന്നാൽ മറ്റ് ക്ഷാരലോഹ ഹാലൈഡുകൾ ഹൈഡ്രേറ്റുകൾ രൂപീകരിക്കുന്നില്ല അല്ലെ. അപ്പൊ ലിഥിയം ക്ലോറൈഡിന്റെ കാര്യം എന്താ പറയുന്നത്? ഇതെന്താണ്? പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റ് രൂപീകരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഹൈഡ്രേഷൻ എന്താൽപ്പി കൂടുതലാണ് ലിഥിയത്തിന്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റഡ് ആകുന്നു, ഹൈലി ഹൈഡ്രേറ്റഡ് ആണ്. അതാണ് ലിഥിയം ക്ലോറൈഡ് O2H2O ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിന്റെ എന്താണ് ഹാലൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ. അപ്പൊ മറ്റവരെന്താണ്? ഈ ഹൈഡ്രേറ്റുകൾ രൂപീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം. ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഖരാവസ്ഥയിൽ ലഭിക്കുന്നില്ല, എന്നാൽ മറ്റെല്ലാ മൂലകങ്ങളുടെയും ഹൈഡ്രജൻ കാർബണേറ്റുകൾ ഖരാവസ്ഥയിൽ ലഭിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. ലിഥിയത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് സോളിഡ് ഫോമിൽ കാണുന്നില്ല, പക്ഷെ ബാക്കി എല്ലാ ആൾക്കാരുടെയും ഹൈഡ്രജൻ കാർബണേറ്റ്സ് സോളിഡ് ഫോമിൽ നമുക്ക് എന്താണ്? കിട്ടും. ആൽക്കലി മെറ്റൽസിന്റെ സോളിഡ് ഫോമിൽ കാണപ്പെടുന്നു. അടുത്ത നോക്കാം. മറ്റു ക്ഷാരലോഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലിഥിയം ഈഥൈനുമായി പ്രവർത്തിച്ച് എഥനൈഡ് ഉണ്ടാക്കുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്? ലിഥിയം എന്താണ്? ഇസ് നോട്ട് ഫോമിങ് എഥനൈഡ് ഓൺ റിയാക്ടിങ് വിത്ത് ഈഥൈൻ അല്ലെ. ഈഥൈനുമായിട്ട് റിയാക്ട് ചെയ്ത് എഥനൈഡ് ഉണ്ടാക്കുന്നില്ല ലിഥിയം. ബാക്കി എല്ലാവരും എന്താണ്? ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ലിഥിയം നൈട്രേറ്റിനെ ചൂടാക്കുമ്പോൾ ലിഥിയം ഓക്സൈഡ് ഉണ്ടാകുന്നു, എന്നാൽ മറ്റ് ക്ഷാരലോഹ നൈട്രേറ്റുകൾ ചൂടാക്കുമ്പോൾ വിഘടിച്ച് അതാത് നൈട്രൈറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ലിഥിയം നൈട്രേറ്റിനെ നമ്മൾ ചൂടാക്കിയാൽ എന്താണ്? നമുക്ക് ലിഥിയം ഓക്സൈഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ നൈട്രേറ്റുകളെ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നൈട്രൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ഓക്സൈഡ്സ് നമുക്ക് കിട്ടുന്നില്ല. അതും ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ലിഥിയത്തിന്റെ. അതുപോലെ ലിഥിയം ഫ്ലൂറൈഡ്, ലിഥിയം ഓക്സൈഡ് എന്നിവയ്ക്ക് മറ്റ് ക്ഷാരലോഹ സംയുക്തങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജലത്തിലെ ലയത്വം എന്താണ്? കുറവാണ്. സൊല്യൂബിലിറ്റി ഈസ് വെരി ലെസ് കമ്പയർഡ് ടു അതർ എന്താണ്? ആൽക്കലി മെറ്റൽസ് ഇൻ വാട്ടർ അല്ലെ. ഹാലൈറ്റ്സിന്റെയും ഓക്സൈഡ്സിന്റെയും സൊല്യൂബിലിറ്റി എന്താണ്? കുറവാണ്. ഇത്രയാണ് നമ്മൾ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി അടുത്ത കുറച്ച് ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ച് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പൊ ഇവരുടെ സാമ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സാമ്യതകൾ. വലിപ്പത്തിലുള്ള സാദൃശ്യം കൊണ്ട് ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ എടുത്ത പറയത്തക്ക സാമ്യതകളാണുള്ളത്. എടുത്തു പറയത്തക്ക സാമ്യതകളാണുള്ളത്. അറ്റോമിക ആരം ലിഥിയത്തിന്റെ 152 പൈക്കോമീറ്റർ, മഗ്നീഷ്യത്തിന്റെ 160 പൈക്കോമീറ്റർ, അയോണിക ആരം ലിഥിയത്തിന്റെ 76 പൈക്കോമീറ്റർ, മഗ്നീഷ്യം 2+ അയോണിന്റെ 72 പൈക്കോമീറ്റർ ആണ്. അവ തമ്മിലുള്ള പ്രധാന സാമ്യതകൾ ചുവടെ ചേർക്കുന്നു. എന്താണ്? അതാത് ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെക്കാൾ ലിഥിയവും മഗ്നീഷ്യവും കാഠിന്യമുള്ളതും സാന്ദ്രത കുറഞ്ഞതുമാണ് അല്ലെ. ഹാർഡ് ആയിട്ടുള്ളവരുമാണ്. അതുപോലെ എന്താണ്? ഡെൻസിറ്റി ബാക്കിയുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് എന്താണ്? കുറവുള്ള ആൾക്കാരുമാണ് അല്ലെ. അവരവരുടെ ഗ്രൂപ്പുകളിലെ ബാക്കിയുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് അവർക്ക് സാന്ദ്രത കുറവും അവരുടെ കാഠിന്യം എന്താണ്? കൂടുതലുള്ളത് ഉള്ള എലമെന്റ്സ് ആണ്.
ഇനി ലിഥിയവും മഗ്നീഷ്യവും ജലവുമായി സാവധാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ചൂടാക്കുമ്പോൾ അവയുടെ ഹൈഡ്രോക്സൈഡുകൾ വിഘടിക്കുന്നു. നൈട്രജനുമായി നേരിട്ട് പ്രവർത്തിച്ച് രണ്ടും നൈട്രൈഡുകൾ ഉണ്ടാക്കുന്നു. അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ഇവരുടെ ഹൈഡ്രോക്സൈഡ്സ് ആയാലും ഓക്സൈഡ്സ് ആയാലും എന്താണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് മാത്രമേ എന്താണ് അവര് വെള്ളത്തിൽ അല്ലെ ജലത്തിൽ ലയിക്കുന്നുള്ളൂ. ജലത്തിൽ അവരുടെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. അതുപോലെ ചൂടാക്കുമ്പോൾ എന്താണ് ഇവരുടെ ഹൈഡ്രോക്സൈഡുകൾ വിഘടിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പിന്നെ നൈട്രജൻ ആയിട്ട് നേരിട്ട് ചേർന്ന് ലിഥിയം നൈട്രൈഡും മഗ്നീഷ്യം നൈട്രൈഡും ഇവർ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെ? അപ്പൊ ഇവരുടെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിലുള്ള ബാക്കി ആരും എന്താണ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കുന്നില്ല. അടുത്തത് ലിഥിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് എന്നീ ഓക്സൈഡുകൾ അധികം ഓക്സിജനുമായി പ്രവർത്തിച്ച് സൂപ്പർ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പം എന്താണ് ലിഥിയം ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും എന്താണ് ബാക്കി ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്താണ് സൂപ്പർ ഓക്സൈഡുകൾസ് ഫോം ചെയ്യുന്നില്ല. അതുപോലെ ചൂടാക്കുമ്പോൾ ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റുകൾ വിഘടിച്ച് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. അവ ഖര ഹൈഡ്രജൻ കാർബണേറ്റുകൾ ഉണ്ടാക്കുന്നില്ല. അതുപോലെ ലിഥിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ഇവ എഥനോളിൽ എന്താണ് ലയിക്കും. അതുപോലെ ലിഥിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവയ്ക്ക് വായുവിൽ അലിയുന്ന സ്വഭാവമുണ്ട്. ജലീയ ലായനിയിൽ നിന്നും ലിഥിയം chloride.2H2O, MgCl2.8H2O എന്നീ ഹൈഡ്രേറ്റുകളായി പരലീകരിക്കപ്പെടുന്നു, ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയാണ് എന്താണ് ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സാമ്യതകൾ, അതുപോലെ ലിഥിയവും ബാക്കി ആൽക്കലി മെറ്റൽസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയത്തിൽ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വായിച്ച് എല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തത് സോഡിയത്തിന്റെ ചില പ്രധാന സംയുക്തങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് പറഞ്ഞ് ഈ വീഡിയോയിൽ നിർത്താം. അപ്പൊ സോഡിയത്തിന്റെ ചില പ്രധാന സംയുക്തങ്ങൾ: സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ് എന്നിവ സോഡിയത്തിന്റെ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങളാണ്. അവയുടെ വൻതോതിലുള്ള ഉൽപാദന രീതിയും ഉപയോഗങ്ങളും ചുവടെ വിശദീകരിച്ചിരിക്കുന്നു. അല്ലെ? അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഈ കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ യൂസസ് കാര്യങ്ങളെല്ലാം സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. സോഡിയം കാർബണേറ്റ് അല്ലെ, Na2CO3.10H2O ആണ്. അതായത് നമ്മുടെ അലക്കുകാരം അല്ലെങ്കിൽ വാഷിംഗ് സോഡ എന്ന് പറയും. അല്ലെ? അപ്പൊ വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ് ഓർത്ത് വെച്ചോളുക, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. സോൾവേ പ്രക്രിയ വഴിയാണ് സോഡിയം കാർബണേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് സോൾവേ പ്രോസസ്? സോഡിയം കാർബണേറ്റിന്റെ എന്താണ് ഉൽപാദന പ്രക്രിയയാണ് സോൾവേ പ്രോസസ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിന്റെ കുറഞ്ഞ ലയത്വം ഇതിൽ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഈ പ്രോസസ്സിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിന്റെ എന്താണ് ലോവർ സൊല്യൂബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അവശിഷ്ടപ്പെടുന്നത് സോഡിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലെ? അപ്പൊ നമ്മുടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അവക്ഷിപ്തപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അപ്പൊ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടുന്നത് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിനു വേണ്ടിയിട്ട് അമോണിയ കൊണ്ട് പൂരിതമായ ഗാഢ സോഡിയം ക്ലോറൈഡ് ലായനിയിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ ആദ്യം അമോണിയം കാർബണേറ്റും, അതാണ് നമുക്ക് ഈ റിയാക്ഷൻ, അമോണിയ പിന്നെ കാർബണേറ്റ്, അപ്പൊ എന്താണ് അമോണിയം കാർബണേറ്റ് കിട്ടുന്നു ഈ ഒരു റിയാക്ഷനിൽ. സോ ഇതാണ് ഫുൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അമോണിയം കാർബണേറ്റും തുടർന്ന് എന്താണ് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തെ റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ തുടർച്ചയായിട്ട് ആദ്യം അമോണിയം കാർബണേറ്റ് ഉണ്ടായി, പിന്നീട് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടായി. ഇനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ രാസവാക്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അല്ലെ? അപ്പൊ എന്താണ് ആദ്യം അമോണിയം കാർബണേറ്റ് ഉണ്ടായി, പിന്നെ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടായി. ഈ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും അമോണിയം ക്ലോറൈഡും കൂടെ പ്രവർത്തിച്ച് എന്താണ് NH4Cl + NaHCO3 അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അവക്ഷിപ്തപ്പെടുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രസിപ്പിറ്റേറ്റഡ് ആവുന്നു. അപ്പൊ ഈ പരലായി രൂപീകരിക്കപ്പെടുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ ചൂടാക്കി സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്നു. അല്ലെ? നമുക്ക് എന്താണ് സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ പറയുന്നത് വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഫോമിലാണ്. അതിനെ നമ്മൾ എന്തും ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? സോഡിയം കാർബണേറ്റ് കിട്ടുന്നു. അല്ലെ? അപ്പൊ NaHCO3 ചൂടാക്കി സോഡിയം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രക്രിയയിലൂടെ ഫലമായി ലഭിക്കുന്ന അമോണിയം ക്ലോറൈഡ് ഉൾപ്പെട്ട ലായനിയെ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിച്ച് അമോണിയ വീണ്ടെടുക്കുന്നു.
അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്താണ് അമോണിയ എന്താണ് വീണ്ടും വീണ്ടെടുപ്പിക്കുകയാണ്. അമോണിയ എങ്ങനെയാണ് വീണ്ടെടുപ്പിക്കുന്നത്? ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ലഭിക്കുന്ന അമോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, ഈ അമോണിയം ക്ലോറൈഡിനെ എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നു. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അമോണിയ നമ്മൾ വീണ്ടെടുക്കുന്നു അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നു. അതിന് ഒരു എന്താണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട്, ഒരു ഉപോൽപ്പന്നമായിട്ട് കാൽസ്യം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്നു, കൂടെ വാട്ടറും കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സോൾവേ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോൾവേ പ്രക്രിയ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡും അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റും പ്രവർത്തിച്ചുണ്ടാകുന്ന പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അവക്ഷിപ്തപ്പെടാത്ത അത്ര ലയത്വം കൂടുതലുള്ള പദാർത്ഥമാണ് അല്ലെ. അപ്പൊ അവരുടെ എന്താണ് സൊല്യൂബിലിറ്റി വളരെ കൂടുതലാണ്, അവർ പ്രസിപ്പിറ്റേറ്റഡ് ആവില്ല അല്ലെ. പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സൊല്യൂബിലിറ്റി കൂടിയ ആളാണ്. അവരെ എന്താണ് നമുക്ക് കനോട്ട് ബി പ്രസിപ്പിറ്റേറ്റഡ്. ഈ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് യൂസ് ചെയ്ത് നമുക്ക് അവരെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രജൻ അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ സാധിക്കാത്തത്. ഡെക്കാഹൈഡ്രേറ്റ് സോഡിയം കാർബണേറ്റ് .10H2O ആയി നിലനിൽക്കുന്ന സോഡിയം കാർബണേറ്റ് വെളുത്ത പരൽ രൂപത്തിലുള്ള ഖരപദാർത്ഥമാണ്. ഇത് അലക്കുകാരം എന്നും അറിയപ്പെടുന്നു. ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കും. അതുപോലെ ചൂടാക്കുമ്പോൾ ക്രിസ്റ്റലീയ ജലം നഷ്ടപ്പെടുത്തി മോണോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ നമ്മുടെ Na2CO3.10H2O എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിസ്റ്റൽ പരൽ രൂപത്തിലുള്ള ഖരപദാർത്ഥമാണ്. അപ്പം ഇത് നമ്മൾ എന്താ പറയാ, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് മോണോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. അതിന്റെ ഇറ്റ് വിൽ ലൂസസ് ഇറ്റ്സ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. എന്നിട്ട് ഇതെന്താണ്? ഒരു മോണോഹൈഡ്രേറ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. അതാണ് ഈ റിയാക്ഷൻ ഇവിടെ കാണുന്നത്. Na2CO3.10H2O നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും Na2CO3 plus 9H2O അതൊരു മോണോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ഡെക്കാഹൈഡ്രേറ്റ് എന്തായി? മോണോഹൈഡ്രേറ്റ് ആയി മാറി. അതിനുശേഷം വീണ്ടും നമ്മൾ 373 കെൽവിന് മുകളിൽ ഇവരെ ഹീറ്റ് ആക്കുവാണെങ്കിൽ ഇവരെന്താണ്? ഈ Na2CO3 ആയി മാറും അല്ലെ. മുകളിൽ ചൂടാക്കുമ്പോൾ മോണോഹൈഡ്രേറ്റ് പൂർണ്ണമായും നിർജ്ജലീകരിച്ച് സോഡ ആഷ് എന്നറിയപ്പെടുന്ന വെളുത്ത പൊടിയായി മാറുന്നു. ആ സോഡ ആഷ് ആണ് Na2CO3 അല്ലെ. Na2CO3 ആയി മാറുന്നു. സോ സോഡിയം കാർബണേറ്റിന്റെ കാർബണേറ്റ് ഭാഗം ജലവിശ്ലേഷണത്തിന് വിധേയമായി ഒരു ക്ഷാരലായനി ഉണ്ടാകുന്നു. ആ റിയാക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പം ഈ സോഡിയം കാർബണേറ്റിന്റെ കാർബണേറ്റ് പാർട്ട് എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഒരു ക്ഷാരലായനി, ഒരു ആൽക്കലൈൻ സൊല്യൂഷനും അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സോൾവേ പ്രോസസ്സ്. അതിന്റെ നമ്മുടെ വാഷിംഗ് സോഡയുടെ പ്രോപ്പർട്ടീസ്. ഇനി ഇതിന്റെ ഉപയോഗങ്ങളൂടെ പറയാം. നമ്മുടെ വാഷിംഗ് സോഡയുടെ ഉപയോഗങ്ങളാണ്: ജലം മൃദുവാക്കുന്നതിനും തുണി അലക്കുന്നതിനും ശുചീകരണത്തിനും ഉപയോഗിക്കുന്നു അല്ലെ. വാട്ടർ സോഫ്റ്റനിങ്, പിന്നെ എന്താണ്? തുണി അലക്കുന്നതിന്, അതാണ് അലക്കുകാരം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ശുചീകരണ പ്രക്രിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഗ്ലാസ്, സോപ്പ്, ബൊറാക്സ്, കാസ്റ്റിക് സോഡ ഇവ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പേപ്പർ, പെയിന്റ്, തുണി എന്നീ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. ഗുണാത്മകവും പാരിമാണികവുമായ അപഗ്രഥനങ്ങളിൽ അഭികർമ്മകം ആയി പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്നു. എന്താണ്? ലബോറട്ടറി ഏജന്റ് ആയിട്ട്, അതായത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ അല്ലെ. ഗുണാത്മകവും പാരിമാണികവും, ഗുണാത്മകം ക്വാളിറ്റേറ്റീവ്, പാരിമാണികം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ്, അപഗ്രഥനം എന്താണ്? അതിൽ ഒരു ലബോറട്ടറി റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഈ ഒരു വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലബോറട്ടറി റിയേജന്റ് ആണ്. പേപ്പർ, പെയിന്റ്, തുണി വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. സോപ്പ്, ഗ്ലാസ്, ബൊറാക്സ്, കാസ്റ്റിക് സോഡ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ വെള്ളം മൃദുവാക്കാനും അതുപോലെ തുണി അലക്കുന്നതിനും ശുചീകരണ പ്രവർത്തിക്കുമാണ് വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ യൂസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി വെച്ചോളുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അതായത് നമ്മൾ വാഷിംഗ് സോഡ കഴിഞ്ഞു അടുത്ത സോഡിയം ക്ലോറൈഡ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.